നമ്മൾ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മോളിലൊക്കെ പോകും. തിരിച്ചിറങ്ങി വരുമ്പം 4-5 ഷർട്ടും ഒരു പാൻറ്റും കാലി പോക്കറ്റൊക്കെ ആയിട്ട് തിരിച്ചിറങ്ങി വരാറുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ വിചാരിക്കും പോലെ ബാഡ് ബജറ്റിംഗ് ഒന്നല്ല, ഇതാണ് ബിഹേവിയറൽ ഫിനാൻസ് എഫക്ട്. മോൾസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ മണി തിങ്കിങ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള രീതിയിലാണ്. അവിടുത്തെ ആംബിയൻ ലൈറ്റിങ്ങും മ്യൂസിക്കും ഒക്കെ നമ്മളെ വളരെയധികം കംഫർട്ടബിൾ ആക്കും. നമ്മളുടെ മൈൻഡ് റിലാക്സ്ഡ് സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ മണി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇതേപോലെ ലിമിറ്റഡ് ഓഫർ എന്നൊക്കെ കാണുമ്പോൾ നമുക്കത് മിസ്സായി പോകുമെന്നുള്ള പേടി കൊണ്ട് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഈ തോന്നലിനെയാണ് ലോസ് അവേർഷൻ എന്ന് പറയുന്നത്. 999 rupees എന്ന് പറയുന്ന ടാഗ് നിങ്ങളുടെ ബ്രെയിനിനെ 999 ഈസ് ബെറ്റർ ദാൻ 1000 എന്ന് തോന്നിപ്പിക്കും. ഈവൻ ഫുഡ് കോർട്ട്സ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനത്തെ ഫ്ലോറിലായിരിക്കും ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ടാവുക. നമ്മൾ എല്ലാ ഫ്ലോറും കയറി ഇറങ്ങി ഫുഡ് കോർട്ട് എത്തുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡ് ആവും. അപ്പോൾ 300 രൂപേൻ്റെ ബർഗർ വരെ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് തോന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തിട്ടാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്. പക്ഷേ റിയൽ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇമോഷൻസും നമ്മളുടെ ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസിഷൻ എടുക്കുന്നത്, ഒരിക്കലും നമ്പേഴ്സ് നോക്കിയിട്ടല്ല. CMA USA പാർട്ട് 2 ബിഹേവിയറൽ ഇഷ്യൂസ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാനായിട്ടുണ്ട്.